വീണ്ടും പശ്ചിമേഷ്യയെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് അമേരിക്കയും ഇസ്രയേലും. കൊല്ലുമെന്ന ട്രംപിന്റെ ഭീഷണിയും, എന്നാൽ സിംഹത്തിന്റെ മടയിൽ ഭീഷണി വേണ്ട എന്ന് പറയുന്ന ഇറാനും, ഇനി ഇതിലുപരി ലബനാനിലേക്ക് നിയമലംഘനം നടത്തി ആക്രമണം നടത്തുന്ന ഇസ്രയേലിനുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: യുദ്ധത്തിനൊരു അറുതിയില്ല. യുദ്ധം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമുക്കറിയാം, നേരത്തെ ലബനാനിലേക്ക് ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ പറഞ്ഞൊരു കാര്യം: നിങ്ങൾ ഇനി ലബനാനിലേക്ക് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെതിരെ ഒരു നടപടിയെടുക്കും എന്ന് പറഞ്ഞു. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അതായത് വീണ്ടും വെടിനിർത്തൽ കൊണ്ടുവന്നിട്ട് ലബനാനിലേക്ക് ഇസ്രയേൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ആക്രമണം നടത്തുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ കസേര തെറിക്കും, ജയിലിലാവും എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാം. ആ ഒരു കാരണം കൊണ്ടാണ് വീണ്ടും വീണ്ടും ആക്രമണം നടത്തിയ ആക്രമണത്തിന്റെയും യുദ്ധത്തിന്റെയും പേരിൽ ഇപ്പോൾ പ്രസിഡന്റായിട്ട് പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിലെ തിരമാലകൾക്ക് ഇപ്പോൾ പ്രതിരോധത്തിന്റെ ഗന്ധമാണ്. മാത്രമല്ല, ലോകത്തെ വിറപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞതിൽ ഒരു തിരുത്ത് വരുത്തുന്നുണ്ട്. വേറൊന്നുമല്ല, ലോകത്തെ വിറപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തി എന്നുള്ള പേരൊന്നും ഇനി അമേരിക്കയ്ക്കില്ല. എന്തായാലും ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ സ്വന്തമായിട്ട് അവർ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇറാനും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് രംഗത്തെത്തുകയാണ്. സമാധാന ചർച്ചകളെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി അട്ടിമറിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പേർഷ്യൻ ഉൾക്കടലിലെ ഇറാന്റെ ഉരുക്കുകോട്ടയിൽ തട്ടി തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതായത് സ്വന്തം മണ്ണിലെ വിഭവങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും മേൽ പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നടപടി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഇത്തരം പ്രകോപനങ്ങൾക്കൊന്നും ഇറാന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല. അങ്ങനെ തകർക്കാനായിരുന്നെങ്കിൽ ഇന്ന് ഈ യുദ്ധം ഇവിടം വരെ നിൽക്കില്ലായിരുന്നു. അതായത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, എന്തിനെങ്കിലും തയ്യാറെടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് ഇറാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു പരിപാടി ഇറാനില്ല. മാത്രമല്ല, എപ്പോഴും നിലപാടുകളിലും അവർ പറയുന്ന വ്യവസ്ഥയിലും ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഞങ്ങൾ വെടിനിർത്തൽ ഉണ്ട് എങ്കിൽ ഞങ്ങൾ അതിനനുസരിക്കാം. പക്ഷെ അതിലേക്ക് ഒരു ചതി ഒരിക്കൽ പോലും ഇറാൻ നടത്തിയിട്ടില്ല. എന്നാൽ ട്രംപിന്റെ ഭാഗം അങ്ങനെയല്ല. പലതവണ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നിട്ടും നിയമം ലംഘിക്കുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 4 ആഴ്ച യുദ്ധം അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ യുദ്ധമാണ് 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നത്. 50-ൽ കൂടുതലായി ഈ ഒരു ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഉള്ളത് എന്നും കൂടി നമുക്ക് 2 തലത്തിൽ ചിന്തിക്കാം. കാരണം ഒന്ന്, ഇപ്പോൾ കിളി പോയ ട്രംപിനെയാണ് കാണുന്നത്. അതായത് വെളിവില്ലാത്ത ഒരു മനുഷ്യനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചതിയിലൂടെ ആക്രമണം നടത്തി ഞങ്ങൾ 4 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വലിയ ധൈര്യത്തോടെ വെല്ലുവിളികളൊക്കെ നടത്തി ലോകത്തിന് മുന്നിൽ നിന്ന് സ്വന്തമായിട്ട് ലോക പോലീസ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ തലവൻ ഈ ട്രംപ് മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ 4 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കും, ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കും, ഞങ്ങൾ ഇറാനെ കീഴടക്കും എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ ഒരു തരി മണ്ണ് പോലും അവർക്ക് സ്വന്തമാക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. എന്തായാലും വെനസ്വലയെ പിടിച്ചെടുത്തതുപോലെ ഇറാനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ കണ്ടതാണ്. അത് എത്രത്തോളമാണ് എന്നുള്ളത്. ഇന്നും അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരെ തളർത്താൻ അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്തായാലും ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോഴും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് ഓരോ ഇറാൻ നീക്കത്തിലൂടെയും തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന അമേരിക്കയുടെ അവകാശവാദം വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഇറാനിയൻ കപ്പലുകളുടെ ചലനങ്ങൾ എന്ന് പറയുന്നത്. അമേരിക്കൻ നാവികസേനയുടെ കണ്ണു വെട്ടിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ അകമ്പടിയോടെ അരിയുമായിട്ട് വന്ന ചരക്ക് കപ്പൽ സുരക്ഷിതമായിട്ട് ഇറാനിലെത്തിയത് അമേരിക്കൻ സൈനിക ആധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വലിയ വെല്ലുവിളിയും വലിയ രീതിയിലുള്ള സന്നാഹമുണ്ട്, ഞങ്ങൾക്ക് സൈനികരുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഹോർമുസിൽ കപ്പലുകൾ ആക്രമണം നടത്തും, ആ കപ്പലുകൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടില്ലെന്നല്ല എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റുള്ള ഈ രാജ്യങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷ ഒരുക്കുമെന്ന് പറയുന്ന ട്രംപ് അത്തരം രാജ്യങ്ങളുടെ കപ്പൽ അവിടെ പിടിച്ചിട്ടപ്പോൾ അവിടെ ട്രംപിന്റെ പൊടി പോലും കാണാൻ സാധിച്ചില്ല. അതിൽ നിന്ന് മാറുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ് നിന്ന നിൽപ്പിന് ചതിക്കുന്ന ഒരാളാണ് ട്രംപ്. എന്തായാലും ഭീഷണികളെ അതിജീവിച്ച് ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ഇറാന്റെ കഴിവിനെ ഇത് അടിവരയിടുന്നുണ്ട്.
അമേരിക്കൻ ഉപരോധ രേഖകളെ മറികടന്ന് 34ഓളം ടാങ്കറുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 34 ടാങ്കറുകൾ വെറുതെ എത്തിയതല്ല, അത് വെറുതെ വന്നതായിട്ട് വ്യാഖ്യാനിക്കുകയും വേണ്ട. ഇത് ഇറാന്റെ കരുത്താണ്. കാരണം അതുവഴി ഒരു കപ്പൽ പോലും പോകില്ല, ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞ അമേരിക്കയുടെ വാക്കിന് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് 34 ടാങ്കറുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നതും ഇറാന്റെ എത്രത്തോളമാണ് ഇറാന്റെ കരുത്ത് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന ഒരു മികവ് കൂടിയാണ്. അതായത് സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്താൻ നോക്കുന്നവർക്ക് മുൻപിൽ പുതിയ വഴികൾ കണ്ടെത്തിയും സഖ്യങ്ങൾ രൂപീകരിച്ചും ഇറാൻ മുന്നേറുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ നിർണയ ഭാഗം കൈകാര്യം ചെയ്യുന്ന ഹോർമുസിൽ ഇറാനെ മാറ്റി നിർത്തിയുള്ള ഒരു കളിയും സാധ്യമല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയിലെ ട്രംപ് നടത്തുന്ന പ്രസ്താവനകളും വലിയ ചർച്ചകൾ ആവുന്നുണ്ട്. അതിനിടയിലാണല്ലോ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന്. എന്നാൽ അപ്പോൾ തന്നെ ട്രംപിനോട് ഇറാൻ പറഞ്ഞ എന്താ, നിങ്ങൾ സിംഹത്തിന്റെ മടയിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തരുതേ, അല്ലെങ്കിൽ സിംഹത്തിന്റെ മടയിലേക്ക് ഭീഷണിയൊന്നും വേണ്ട എന്ന നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. കാരണം ഇറാൻ അറിയാം ഇറാൻ എങ്ങനെയാണ് നിൽക്കുന്നത്, അവരുടെ തീരുമാനങ്ങൾ എന്താണ്, അവർ മുന്നോട്ട് എങ്ങനെ പോകണം, അവർക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ഇറാന്റെ ഓരോ നീക്കവും നടക്കുന്നത്. അത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ വരും ഏത് നിമിഷം വരാം എന്നുള്ള ചിന്തയിലൂടെ അവർ ജീവിച്ചു വന്ന ജനങ്ങളാണ്, അക്കൂട്ടം ആൾക്കാരാണ്. അതുകൊണ്ട് അവർ ഈ പണ്ടു തൊട്ടേ യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്, യുദ്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തെ പറ്റി അവർക്ക് കൂടുതൽ പഠിപ്പിക്കാനും ഒന്നുള്ള കാര്യമൊന്നും ഒരു ആവശ്യവുമില്ല. അവർ ആ യുദ്ധത്തെ പറ്റി പഠിച്ച് അല്ലെങ്കിൽ ആ യുദ്ധത്തെ മനസ്സിലാക്കി അവിടെ അതിനൊപ്പം ജീവിച്ച കുറച്ച് ജനങ്ങളും ഭരണകൂടവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ഒരു യുദ്ധം നടത്തി അവിടെ അവരെ തകർക്കാം എന്ന് കഴിഞ്ഞെങ്കിൽ അത് തെറ്റി ട്രംപിന്. കാരണം കാലാകാലങ്ങളായിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് അവർ അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിച്ച് അവരുടെ രാജ്യം എത്രത്തോളം സുരക്ഷിതമാക്കാൻ പറ്റുന്നോ അത്രത്തോളം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് അവർ അവരുടെ രാജ്യത്തെ പൊതിഞ്ഞിരിക്കുകയാണ്. ആ അകത്തേക്കാണ് ഈ ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് ഒരു ആക്രമണം നടത്താൻ ഒരുങ്ങുന്നത്. അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയും ഈ പറയുന്നത് പോലെ തന്നെ പൊതിഞ്ഞിട്ടുള്ള ആവരണങ്ങളൊന്നുമില്ല. അവർക്ക് എന്താണ് ഉദ്ദേശം? എപ്പോഴും പോയി ആക്രമണം നടത്തുക, ആ സമയത്ത് ആക്രമണം തിരിച്ചു വരുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ച അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അയൺ ഡോമുകളും അത് ഇതൊക്കെ പരീക്ഷിക്കുക. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും ബോംബുകളും ഒന്നും അവരുടെ പക്കലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇറാൻ സൈന്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈന്യം മാത്രമല്ല അവിടുത്തെ ജനതയും ആ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പൊ അത്തരം നീക്കങ്ങൾ പോകുമ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ ഒരിക്കലും അടിയറവ് പറയില്ല എന്നത്. മാത്രമല്ല ഇറാൻ അടിയറവ് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു രാജ്യം അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടും അവരുടെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് ഉപാധികൾ വെക്കുന്നു, അവരുടെ രാജ്യത്തെ ജനങ്ങളെ നോക്കി ജീവിക്കുന്നു. ആ രാജ്യത്തെ എണ്ണപ്പാടവും മണ്ണും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ മോഹിച്ച് അങ്ങോട്ടേക്ക് പോയി ആ രാജ്യം കൈക്കലാക്കാൻ നോക്കുമ്പോൾ തിരിച്ച് അവർ ആക്രമിക്കുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇറാൻ തീർത്തും നിലപാടെടുത്തിരിക്കുന്നത്. ഇറാന് യാതൊരു തരത്തിലും സാധാരണക്കാരെ കൊന്നിട്ട് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ മണ്ടയിലേക്ക് പോയി മിസൈൽ ആക്രമണം നടത്തിയിട്ട് യാതൊന്നും നേടേണ്ട ഒരു ആവശ്യം അവർക്കില്ല. പക്ഷെ അവർ വളരെ കൃത്യതയോടെയാണ് ഓരോ നീക്കവും നടത്തുന്നത്. പക്ഷെ അവിടെ മരണങ്ങൾ സംഭവിച്ചേക്കാം. അത്തരം രീതികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിൽ വിഷമമുണ്ട്. വിഷമമില്ല എന്നുള്ളതല്ല, പക്ഷെ അതൊക്കെ അവരുടെ രക്തസാക്ഷികളാണ്. അതുകൊണ്ടൊന്നും അവരെ തളർത്താൻ കഴിയില്ല എന്ന നിലപാടാണ് അമേരിക്ക എപ്പോഴും, അല്ലെങ്കിൽ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി എന്തായാലും തോക്കിന് മുനയിൽ നിർത്തിയുള്ള ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങില്ല എന്നത് അഭിമാനകരമായിട്ടുള്ള അവരുടെ നിലപാടാണ്. ഉപരോധങ്ങളും ഭീഷണികളും ചർച്ചകൾക്ക് തടസ്സമാണെന്ന ഇറാന്റെ വാദം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങുന്നതിനേക്കാൾ അന്തസ്സോടെ പോരാടാനാണ് ആ രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് മുന്നോട്ട് കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടെ വിഭാഗീയതയുണ്ടെന്ന് പ്രചരിപ്പിക്കാനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ്. ബാഹ്യശക്തികൾ തങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഐക്യത്തോടെ നിൽക്കാനാണ് ഇറാനിയൻ ജനത പഠിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ കൊണ്ട് ഇറാന്റെ വിപ്ലവ വീര്യത്തെ തളർത്താമെന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. എന്തായാലും ഫെബ്രുവരിയിൽ ഇസ്രയേലുമായിട്ട് ചേർന്ന് അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണങ്ങളാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ ഭീതിയോടെ കാണുന്നവർ യഥാർത്ഥത്തിൽ ഇറാന്റെ ശാസ്ത്രീയ പുരോഗതിയെയാണ് ഭയപ്പെടുന്നത്. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഓരോ രാഷ്ട്രത്തിനും ഉണ്ടെന്നിരിക്കെ ഇറാന് മാത്രം ലക്ഷ്യം വെക്കുന്നത് ഇരട്ടത്താപ്പാണ്.
മാത്രമാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആധുനിക സാങ്കേതിക വിദ്യയും ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. എണ്ണവില വർധനവും ആഗോള സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയുടെ പിടിവാശിയുടെ ഫലമാണ്. എന്തായാലും ലോക വിപണിയെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് അമേരിക്കയുടെ തന്നെ ആഗോള സ്വാധീനത്തെയാണ് ഇല്ലാതാക്കുന്നത്. പ്രതിദിനം $500 ബില്യൺ നഷ്ടം സംഭവിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുമ്പോഴും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഇറാന്റെ റെസിസ്റ്റൻസ് ഇക്കണോമി ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇനി ഹിസ്ബുള്ളയുമായിട്ടുള്ള ബന്ധവും പ്രാദേശികമായിട്ടുള്ള സ്വാധീനവും ഇറാന്റെ രാഷ്ട്രീയ കരുത്തിന്റെ അടയാളങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം പ്രശംസനീയമാണ്. സമാധാന കരാറുകൾക്കായിട്ട് ഇറാൻ വെക്കുന്ന നിബന്ധനകൾ അവരുടെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ അന്തസ്സ് പണയപ്പെടുത്താത്ത സമാധാനമാണ്. ഇനി അടിച്ചമർത്താൻ നോക്കുന്തോറും കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ചരിത്രമാണ് പേർഷ്യയ്ക്കുള്ളത്. അമേരിക്കൻ നാവികസേനയുടെ ഉപരോധങ്ങളും ട്രംപിന്റെ വെടിവെപ്പ് ഉത്തരവുകളും ഇറാൻ നേരിടുന്നത് തികഞ്ഞ തന്ത്രജ്ഞതയോടെയാണ്. നീതിയുടെയും പരമാധികാരത്തിന്റെ ഈ ഒരു പോരാട്ടത്തിൽ ഇറാൻ വിജയിക്കുമെന്നും സാമ്രാജ്യത്തെ അഹങ്കാരത്തിന് പേർഷ്യൻ മണ്ണിൽ മാപ്പില്ല എന്നും ഈ സംഭവങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽക്കാലിക വെടിനിർത്തൽ നീട്ടിയത് പ്രഖ്യാപിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടക്കുന്നില്ല. പശ്ചിമേഷ്യയ്ക്ക് ആശ്വാസമുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത്. കാരണം ഹോർമുസ് അടച്ചു കഴിഞ്ഞാൽ ഈ ആക്രമണങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രഹരം ഈ പറയുന്ന ചരക്ക് കപ്പലുകളായിരിക്കും. കാരണം ഏതൊരു കൊച്ചു കുഞ്ഞിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അടച്ചിടൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ ലോകം ഒറ്റക്കെട്ടായിട്ട് നോക്കുന്നത് ഈ ഒരു യുദ്ധം എന്ന് അവസാനിക്കും എന്നതാണ്.